എല്ലാവർക്കും ഇൻസൈറ്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി OTT റിലീസ് ചെയ്യുന്ന സിനിമകൾ ഉൾപ്പെടെ 18 സിനിമകളുടെ അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് തലൈവർ തമ്പി തലൈമയിൽ എന്ന സിനിമയെക്കുറിച്ചാണ്. ജീവനായകനായി തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നും കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് TTT. തിയേറ്ററിൽ നിന്നും പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുത്ത ഈ കോമഡി ഡ്രാമ പൊളിറ്റിക്കൽ സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഫെബ്രുവരി 12 ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് TTT നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യും. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി ഭാഷകളിലും ഈ സിനിമ നമുക്ക് അവൈലബിൾ ആവുന്നതാണ്. അരുൺലാൽ രാമചന്ദ്രൻ സംവിധാനം ചെയ്ത് മാത്യു തോമസ്, ദേവിക സഞ്ജയ് കോംബോയിൽ പുറത്തിറങ്ങുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ സുഖമാണോ സുഖമാണ്. ഇപ്പോഴത്തെ സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് എല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 13 നാളെ വാലന്റൈൻസ് ഡേ സ്പെഷ്യലായി തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമ ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ ജോണറിലായിരിക്കും എത്തുക. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ അറിയാനായി. ജനുവരി 30 തിയേറ്ററുകളിലേക്ക് എത്തി സാഗർ സൂര്യ, ഗണപതി, അല്ലമീൻ എന്നിവർ കേന്ദ്രകഥാപാത്രമായി നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയെടുത്ത ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ പ്രകമ്പനം. വിജേഷ് പനത്തൂർ സംവിധാനം ചെയ്ത സിനിമയുടെ ഇതുവരെയുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രം തിയേറ്ററിൽ 12 ദിവസം പിന്നിടുമ്പോൾ ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 9,95,00,000 രൂപയാണ് നേടിയിട്ടുള്ളത്. ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് 13,78,00,000 രൂപ റേഞ്ചിലുമാണ്. വെറും 5 കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ മികച്ചൊരു കളക്ഷൻ തന്നെ നേടിയെടുത്തിട്ടുണ്ട്. ചിരഞ്ജീവി, നയൻതാര എന്നിവർ കേന്ദ്രകഥാപാത്രമായി തെലുഗു ഇൻഡസ്ട്രിയിൽ നിന്നും കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണല്ലോ മനശങ്കര വരപ്രസാദ് ഗരു. അനിൽ രവിപുടി സംവിധാനം ചെയ്ത സിനിമയുടെ OTT അവകാശങ്ങൾ ZEE5 ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രം ZEE5 വഴി മലയാളം ഉൾപ്പെടെ പാൻ ഇന്ത്യൻ ഭാഷകളിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. പറക്കും പപ്പൻ എന്ന സിനിമയ്ക്ക് ശേഷം ദിലീപ് നായകനായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഇത് പ്രകാരം സത്യനന്ദിക്കാട് ദിലീപ് കോംബോ ഒന്നിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ ഈ സിനിമയെ പറ്റിയുള്ള റൂമേഴ്സ് ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് മൂവി ടീം തന്നെ ഇക്കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട്. ദിലീപിനൊപ്പം പ്രദീപ് രംഗനാഥനും ഈ സിനിമയിൽ ഒരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. ഒരു കോമഡി ഡ്രാമ ഫാമിലി എന്റർടൈനർ ജോണറിൽ ഒരുക്കുന്ന ഈ സത്യനന്ദിക്കാട് സിനിമയുടെ ഷൂട്ടിംഗ് ഈ വർഷം 2ാം പകുതിയോടെ ആയിരിക്കും ആരംഭിക്കുന്നത്. അപ്പോൾ 2027 മാത്രമായിരിക്കും ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. അനുദീപ് KV സംവിധാനം ചെയ്ത് വിശ്വക് സെൻ, കൈതു ലോഹർ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ഏറ്റവും പുതിയ കോമഡി ഡ്രാമ തെലുഗു സിനിമയാണ് ഫങ്കി. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ സെൻസർ റിപ്പോർട്ട്, റൺ ടൈം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ മൂവി ടീം പുറത്തുവിട്ടിരിക്കുകയാണ്. UA സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയുടെ ദൈർഘ്യം 2 മണിക്കൂർ 8 മിനിറ്റ് ആവുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ചിത്രം നാളെ വാലന്റൈൻസ് ഡേ സ്പെഷ്യലായി ഫെബ്രുവരി 13 തിയേറ്ററുകളിലേക്ക് എത്തും. ചിത്രത്തിന് ഓൺലൈൻ ബുക്കിംഗ് ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഡിജോ ജോസ് ആന്റണിയുടെ സംവിധാനത്തിൽ ടൊവിനോ നായകനായി മോളിവുഡിൽ നിന്നും വരാനിരിക്കുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ പള്ളിച്ചട്ടമ്പി. സിനിമയിൽ കൈതു ലോഹർ, വിജയരാഘവൻ, ബാബുരാജ്, ശ്രീജിത്ത് രവി, സുധീർ കരമന തുടങ്ങിയവരും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഇപ്പോഴത്തെ ടൊവിനോയും കൈതു ലോഹറും ഒരുമിച്ചുള്ള ഒരു ക്യാരക്ടർ പോസ്റ്റർ മൂവി ടീം പുറത്തിട്ടിരിക്കുകയാണ്. നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമ വിഷു സ്പെഷ്യലായി ഏപ്രിൽ 9 തിയേറ്ററുകളിലേക്ക് എത്തും. അതിനിടയിൽ സിനിമയുടെ ടീസർ അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ മാർച്ച് മാസം ഫസ്റ്റ് വീക്കോടെ സിനിമയുടെ ആദ്യ ടീസർ പുറത്തിറക്കാനാണ് മൂവി ടീം ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അവന്തിക, അതുല്യ ചന്ദ്ര എന്നിവർക്ക് കേന്ദ്ര കഥാപാത്രമായി തെലുഗു ഇൻഡസ്ട്രിയിൽ നിന്നും നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ തെലുഗു സിനിമയാണല്ലോ മറുവ തരമ. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഒഫീഷ്യൽ OTT റിലീസ് പ്രഖ്യാപനം ETV OTT പ്ലാറ്റ്ഫോം പുറത്തുവിട്ടിരിക്കുകയാണ്. ചിത്രം വാലന്റൈൻസ് ഡേ സ്പെഷ്യലായി നാളെ അർദ്ധരാത്രി 12 മണിക്ക് ഫെബ്രുവരി 14 ETV OTT പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്യും. ദുൽഖർ സൽമാൻ, പൂജ ഹെഗ്ഡെ കോംബോയിൽ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ബോളിവുഡ് സിനിമയാണല്ലോ DQ41. ചിത്രത്തിന്റെ വമ്പൻ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന് മുന്നേ തന്നെ സിനിമയുടെ OTT റൈറ്റ്സ് വമ്പൻ തുകയ്ക്ക് ആമസോൺ പ്രൈം വീഡിയോ സ്വന്തമാക്കി എന്നൊരു റിപ്പോർട്ടാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ദുൽഖറിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഡീലായാണ് ആമസോൺ ഈ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ദുൽഖർ I Am Game എന്ന സിനിമയുടെ ഭാഗമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും ദുൽഖർ DQ41 എന്ന സിനിമയിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത്. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി. മോന സിംഗ് പ്രധാന വേഷത്തിലെത്തി പുറത്തിറങ്ങിയ നെറ്റ്ഫ്ലിക്സിന്റെ ഏറ്റവും പുതിയ വെബ് സീരീസ് ആണല്ലോ കൊഹ്റ. ക്രൈം ത്രില്ലർ ജോണറിലെത്തിയ വെബ് സീരീസിന്റെ സീസൺ 2 ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് വഴി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അല്ലു അർജുൻ നായകനായി 2006 തിയേറ്ററുകളിലേക്ക് എത്തിയ റൊമാൻറ്റിക് കോമഡി ഡ്രാമ തെലുഗു സിനിമയാണല്ലോ ഹാപ്പി.
കരുണാകരൻ സംവിധാനം ചെയ്ത സിനിമ ഇപ്പോൾ റീ റിലീസിന് ഒരുങ്ങുകയാണ്. ചിത്രത്തിന്റെ 4K റിമാസ്റ്റേർഡ് വേർഷൻ ആയിരിക്കും പുറത്തിറങ്ങാനായി ഒരുങ്ങുന്നത്. നേരത്തെ ചിരിച്ചു കൊഞ്ചുന്ന വണ്ടേ എന്ന ഗാനത്തിലൂടെ ഈ സിനിമ കേരളത്തിലും വൻ തരംഗമായി മാറിയിരുന്നു. അപ്പോൾ ചിത്രം റീ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിയാൽ മലയാളികൾ ഏറ്റെടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വിദേശ രാജ്യത്ത് നിന്നും ഇന്ന് OTT റിലീസ് ചെയ്ത സിനിമയാണല്ലോ പ്രൈമേറ്റ്. ആമസോൺ പ്രൈം വീഡിയോസ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ഇപ്പോൾ പ്രൈം വീഡിയോസ് വഴി OTT റിലീസ് ചെയ്തിട്ടുണ്ട്. റെന്റ് ഓപ്ഷനിലാണ് ഈ സിനിമ നമുക്കിപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത്. മാരി സംവിധാനം ചെയ്ത മീനാക്ഷി ചൗധരി, നവീൻ പോളിഷെട്ടി എന്നിവർ കേന്ദ്ര കഥാപാത്രമായെത്തിയ ഏറ്റവും പുതിയ തെലുഗു സിനിമയാണല്ലോ അനഗനഗോക്ക രാജു. തിയേറ്ററിൽ നിന്നും അത്യാവശ്യം നല്ല അഭിപ്രായം നേടിയെത്തിയ സിനിമ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി എന്നിങ്ങനെ വിവിധ ഭാഷകളിലാണ് ചിത്രം ഇപ്പോൾ സ്ട്രീം ചെയ്തിരിക്കുന്നത്. ബാലാജി സംവിധാനം ചെയ്ത് സൂര്യ നായകനായി തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നും വരാനിരിക്കുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ കറുപ്പ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ മൂവി ടീം പുറത്തുവിട്ടിരിക്കുകയാണ്. സിനിമയുടെ OTT അവകാശങ്ങൾ വിറ്റുകഴിഞ്ഞു എന്നൊരു റിപ്പോർട്ടാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. C5 ഇന്ത്യ സിനിമയുടെ OTT അവകാശങ്ങളും സീ തമിഴ് സിനിമയുടെ സാറ്റലൈറ്റ് അവകാശങ്ങളും സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ട്. അൺഒഫീഷ്യൽ അപ്ഡേറ്റുകൾ പ്രകാരം 43 കോടി രൂപയ്ക്കാണ് C5 ഈ സിനിമയുടെ OTT അവകാശങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. ചിത്രം ഈ വരുന്ന ഏപ്രിൽ 10 ലോകമെമ്പാടുമായി തിയേറ്ററുകളിലേക്ക് എത്തും. ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ ദൃശ്യം 3. ചിത്രത്തിന്റെ ട്രെയിലർ അപ്ഡേറ്റ് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ക്രൈം, ഡ്രാമ, ത്രില്ലർ ജോണറിൽ പുറത്തിറങ്ങുന്ന ദൃശ്യം 3 ലോകമെമ്പാടുമായി ഏപ്രിൽ 2 തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അതായത് ഇനി വെറും 50 ദിവസം മാത്രമേ ഉള്ളൂ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ. അതിനിടയിൽ സിനിമയുടെ ട്രെയിലർ അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ മാർച്ച് 2 സിനിമയുടെ ട്രെയിലർ പുറത്തുവരും എന്നൊരു അപ്ഡേറ്റ് ആണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ ആരാധകർക്കും ദൃശ്യം 3ക്കായി കാത്തിരിക്കുന്ന ആരാധകർക്കും വലിയൊരു സന്തോഷ വാർത്ത തന്നെയാണ് ഇത്. ആദ്യ 2 ഭാഗങ്ങൾക്കും മികച്ച അഭിപ്രായങ്ങൾ നേടിയതുകൊണ്ട് തന്നെ ചിത്രത്തിന് വലിയൊരു ഹൈപ്പ് നേടിയെടുക്കാൻ ഇതിനോടകം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. നിവിൻ പോളി നായകനായി കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തി ക്രൈം, ഡ്രാമ, ത്രില്ലർ ജോണറിൽ പുറത്തിറങ്ങിയ മലയാളം സിനിമയാണല്ലോ ബേബി ഗേൾ. തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം നേരത്തെ തന്നെ സോണി ലിവ് വാങ്ങിച്ചിരുന്നു. ഇപ്പോഴത്തെ ചിത്രം OTT റിലീസ് പ്ലാൻ ചെയ്യുകയാണ്. ഇന്ന് രാത്രി 7 മണിക്ക് ശേഷം സോണി ലിവ് വഴി ബേബി ഗേൾ ഫെബ്രുവരി 12 സ്ട്രീം ചെയ്യുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ ഭാഷകളിലും ഈ സിനിമയുടെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് വലതുവശത്തെ കള്ളൻ എന്ന സിനിമയെക്കുറിച്ചാണ്. ജോജു ജോർജ്, ബിജു മേനോൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റൊരു മലയാളം സിനിമയാണല്ലോ വലതുവശത്തെ കള്ളൻ. തിയേറ്ററിൽ നിന്നും അത്ര നല്ല റെസ്പോൺസ് അല്ല ചിത്രത്തിന് ലഭിച്ചത്. തിയേറ്ററിൽ ഫൈനൽ റണ്ണിലേക്ക് അടുക്കുന്ന സിനിമയുടെ OTT റിലീസിനാണ് ഇനി എല്ലാവരും കാത്തിരിക്കുന്നത്. സോണിലെ വലതുവശത്തെ കള്ളൻ എന്ന സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയെന്നും ഈ വരുന്ന ഫെബ്രുവരി മാസം തന്നെ വലതുവശത്തെ കള്ളൻ OTT റിലീസ് ചെയ്യുമെന്നുമാണ് റിപ്പോർട്ട്. ഫെബ്രുവരി 26 എക്സ്പെക്റ്റഡ് ഡേറ്റ്. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ OTT റിലീസ് അപ്ഡേറ്റ്സിനായി.